രാഹുൽ ഗാന്ധിയുടെ യാത്ര, അതായത് വോട്ട് അധികാർ യാത്ര, ചെറിയ രീതിയിലല്ല, ശക്തമായി ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നാഷണൽ ഹിന്ദി ചാനലുകൾ അതിൻ്റെ പുറകെ കൂടാൻ തുടങ്ങി. ബേസിക്കലി നാഷണൽ ഹിന്ദി ചാനലും ഇവിടുത്തെ ഇംഗ്ലീഷ് ചാനലും എല്ലാം ഒരു പ്രോ BJP, പ്രോ മോദിയാണ്. എന്താണ് അവർ അങ്ങോട്ടൊരു ഒഴുക്കിന് കാരണം ഇവരുടെയൊക്കെ ആൻറ്റിസിപ്പേഷൻ, ഇവരുദ്ദേശിച്ച സംഭവമൊന്നുമല്ല ഇപ്പോൾ നടക്കുന്നത്, പ്രത്യേകിച്ച് ബീഹാറിൽ. അതായത് ജനങ്ങളുടെ ഒഴുക്ക് തുടങ്ങി. നമ്മൾ കണ്ടതാണ് ആ സമയത്ത് തന്നെ ഒരു 3-4 ദിവസം മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി ബീഹാറിൽ പോയി. അവിടെ ബസ്സുകളിലും ആൾക്കാരെയും സ്ത്രീകളെ യൂണിഫോമൊക്കെ മാറ്റിയിട്ട് അംഗൻവാടി ജോലി ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്ന് അവിടെ കാണിക്കാൻ ശ്രമിച്ച് ഈ സ്ത്രീകൾ തന്നെ മറ്റു പല സോഷ്യൽ മീഡിയയെ പറഞ്ഞു, അവരോട് ഗവൺമെൻറ് പറഞ്ഞു അവർ വരാൻ, അതിന് ബസ്സും ഒക്കെ വിട്ടുവന്ന് ആഹാരം കൊടുത്ത് കൊണ്ടിരുത്തി. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ കാണുന്നത്, എന്നോട് പട്നയിലുള്ള ഈ യാത്രയെ റിപ്പോർട്ട് ചെയ്യുന്ന ദൈനിക് ഭാസ്കറിന്റെ പങ്കജ് വശിഷ്ഠ, അവൻ എൻ്റെ കൂടെ നേരത്തെ തെഹൽക്ക ഹിന്ദി ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവൻ എന്നോട് ഇത് പറഞ്ഞത്, മഹോൽ ഹേ, പക്ക BJP-കാരനാണ്, RSSന്റെ പഴയ ആളാണ്, കൃത്യമായിട്ട് പറഞ്ഞു ജനം ഒഴുകുകയാണ്. പ്രത്യേകിച്ചൊരു കാര്യം എടുത്തു പറഞ്ഞു, ഈ ജനങ്ങളൊക്കെ വരുന്നത് ബസ് പിടിച്ചിട്ടോ ഈ പാർട്ടിക്കാരൊന്നും കൊണ്ടുവരുന്നതല്ല. അതായത് നമ്മൾ ഈ പറഞ്ഞ് സംഭവം അങ്ങ് പൊലിപ്പിക്കത്തില്ല. ചില സിനിമകളൊക്കെ വലിയ പരസ്യം കൊടുക്കും, വലിയ ഹിറ്റാണ്, മാടയാണ്, തോടയാണ്. പക്ഷെ ജനങ്ങൾ സംസാരിക്കും, ഈ സിനിമ കൊള്ളാം, ഈ സിനിമയുടെ കണ്ണ് അത് കൊള്ളാം. പിന്നീട് പരസ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, പിന്നീട് ജനം അതിൻ്റെ തിരിച്ചു കയറും. ഇതേപോലെ തന്നെയാണ് ഇവരെന്നോട് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ 15-20 കിലോമീറ്ററോളം ദൂരെ നിന്ന് ഗ്രാമവാസികൾ, മഴയുണ്ടവിടെ, മഴയൊക്കെ കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ യാത്ര കാണാൻ വരികയാണ്. അപ്പോൾ പറഞ്ഞു അവിടെ തന്നെ ചേഞ്ചായി. അത്രയും ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഈ യാത്ര പോകുന്ന അതിൻ്റെ റോഡിൻ്റെ സൈഡിൽ രാഹുൽ ഗാന്ധിയെ കാണാൻ, അതായത് വരുന്നു എന്ന് പറയുമ്പോൾ ആ യാത്രയുടെ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതാണ് ഈ യാത്രയുടെ ഏറ്റവും പ്രധാന യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ, അതായത് USP, സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ യാത്രയ്ക്ക് ഇത്രമാത്രം ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം അങ്ങ് ക്രിയേറ്റ് ചെയ്യുക. ജനങ്ങൾ പറഞ്ഞ് സംഭവം അങ്ങ് മാറി. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അവൻ പറഞ്ഞ 2-3 പോയിന്റ് ഉണ്ട്. അപ്പൊ ഈ ബീഹാറിൽ ഇത്രയും 65 ലക്ഷം പേരുടെ വോട്ട് മാറ്റി എന്ന് പറഞ്ഞ് അവരുടെ പേരുകളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ തിരിച്ചിടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ വോട്ട് മാറ്റിയതിൽ വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങളല്ല, അവിടുത്തെ ദലിത് കമ്മ്യൂണിറ്റിയിലുള്ളവരുടെയാണ്. അതായത് ബാക്ക്വേർഡ് ക്ലാസ്, മറ്റുള്ള ദലിത് കമ്മ്യൂണിറ്റി, OBC, ഇവരുടെ വോട്ടുകളാണ് മാറ്റിയിരിക്കുന്നത്. അവർക്ക് പ്രശ്നമായി. അവനാകെ കിട്ടുന്ന ഒരേ ഒരു ചാൻസ്, അവൻ്റെ വോട്ട് പോലും ഇവരടിച്ചു മാറ്റുന്നു. എന്നിട്ട് ഫേക്കായിട്ടുള്ള ആൾക്കാരുടെ, ഇവരുടെ പാർട്ടിക്കാർ, അതും പുറത്തു വന്നു, ഓരോന്നായിട്ട് പുറത്തു വരികയാണ്. ഇതാണ് ഇവരുടെയൊക്കെ രക്തം തിളച്ച. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ ഇന്ത്യക്കാരെ പറ്റി ശരിക്കും, അതായത് ഗുജറാത്തിലുള്ള ഇന്ത്യക്കാരെ പറ്റി മോദിക്കും കൂട്ടർക്കും അറിയാം. പക്ഷെ മറ്റുള്ള BJP നേതാക്കൾക്കും ബീഹാറിലുള്ള BJP നേതാക്കൾക്കും ഈ ഇന്ത്യക്കാരെ പറ്റി ശരിക്കും അറിയാം. അവൻ തിളച്ചു കഴിഞ്ഞാൽ തിളച്ചു. അതായത് നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ വോട്ടിൻ്റെ ബാലറ്റും അതേപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഞാൻ വിശ്വസിക്കുകയില്ല. കാരണം ഞാനിത് പലയിടത്തും പോയി ഇത് സംഭവം ശരിയല്ല. പക്ഷെ ഈ സംഭവം ഇത് ആധികാരികമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ്. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ വോട്ട്, 65 ലക്ഷം പേരുടെ വോട്ട് മാറ്റിയിട്ട് ഫേക്കായിട്ടുള്ള സംഭവങ്ങൾ കയറ്റി ഇതേപോലെയുള്ള ദളിത് കമ്മ്യൂണിറ്റി അവർ പ്രതികരിക്കാൻ വന്നു രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ. അവർക്ക് ബസ്സും വേണ്ട, ഒന്നും വേണ്ട, അവർ നടന്നു വരും.
ഞാൻ പറഞ്ഞു അതാണ് ശരിക്കുമുള്ള ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞത് ഗ്രാമങ്ങളിലാണ്. എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കി, ഇന്ത്യ എന്ന് പറഞ്ഞ പട്ടണങ്ങളിലല്ല. ഇന്ത്യൻ ഗ്രാമങ്ങൾ അതിമനോഹരമാണ്, സ്നേഹമുള്ളവരാണ്. അവരുടെ വോട്ടും കൂടെ അടിച്ചു മാറ്റിയിട്ട് ഈ രീതിയിലോട്ട് പോകുമ്പോൾ അവരൊരു കാരണവശാലും അത് ചെയ്തവനെ വിടത്തില്ല, സത്യമായിട്ടും വിടത്തില്ല. കാരണം ഇന്ത്യക്കാരൻ്റെ പൾസ് ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട് ഗ്രാമത്തിൽ. അവർക്ക് മോദിയെ വലിയ ഇഷ്ടമായിരുന്നു, BJP വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നു, വലിയൊരു മാറ്റം ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് ഈ 11 വർഷം കഴിയുമ്പോൾ പിടിക്കപ്പെടുവാണ്, അവരുടെ വോട്ട് മാറ്റി. പിന്നെ അവർ ചോദിക്കുക, പിന്നെന്തിനാ അവർ ഈ രാജ്യത്ത് ജീവിക്കുന്നത്? പിന്നെന്തിനാ അവർ ഇന്ത്യക്കാരായിട്ട് ജീവിക്കുക? അവർക്ക് എവിടെ വോട്ടുള്ളത്? ക്വസ്റ്റ്യനുണ്ട്. ഇതിന് ആൻസർ കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷനോ BJPക്കോ നടക്കുന്നില്ല. കാരണം പ്രൂഫായി ഇത്. അവർ തന്നെയാണ് വരുന്ന ഈ റാലിക്കും ഈ സംഭവത്തിൽ. അതുകൊണ്ടാണ് ഓരോ ദിവസം റാലിയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം ആനന്ദ് പ്രസാദ് ABP എന്ന് പറഞ്ഞ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്ന 7 മുതൽ 10 ലക്ഷം പേരാണ് റാലിയിൽ പങ്കെടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, 7 മുതൽ 10 ലക്ഷം പേര് ഒരു ദിവസം പങ്കെടുക്കുന്ന റാലിയിൽ. അതൊരു വലിയ ജനകീയ മാറ്റമാണ്. അതിന് ഏറ്റവും കൂടുതൽ, അതുമല്ല പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ഈ റാലിയിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിലോട്ട് വരുന്ന സ്ത്രീകളാണ്. അത് വലിയ സംഭവമാണ്. കാരണം നിങ്ങൾ ഇന്ത്യയിലെ പൊതുവെ ഗ്രാമത്തിലുള്ള സ്ത്രീകളൊന്നും അങ്ങനെ ഈ സ്ട്രീറ്റിലൊന്നും പോകാറൊന്നുമില്ല. കാരണം അവർക്ക് ഈ പറയുന്ന പോലെ ഈ ആണുങ്ങളാണ് മുഴുവനും മേൽക്കോയ്മ. അതായത് അവിടെയുള്ള ഗ്രാമത്തിലുള്ള ആ ദളിറ്റ്സിന് എഡ്യൂക്കേഷൻ കിട്ടാൻ തുടങ്ങി, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി, അവരുടെ വോട്ട് നിങ്ങൾ അടിച്ചു മാറ്റാൻ തുടങ്ങി. ഇവിടെയാണ് രാഹുൽ ഗാന്ധി സ്റ്റാർ ആകുന്ന ഈ 3 മാസമാണ് സംഭവം. അതിൻ്റെ കൂടെ ഓപ്പറേഷൻ സിന്ദൂർ, ഇതെല്ലാം ക്ലബ് ചെയ്തങ്ങ് പോയി. ഇനി അടുത്തൊരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കഴിഞ്ഞ 11 വർഷം അല്ലെ 12 വർഷം രാഹുൽ ഗാന്ധിയെ പറഞ്ഞുകൊണ്ടിരുന്ന പപ്പു കഴിവില്ലാത്തവൻ, അത് ഇത്. എന്നിട്ട് കഴിഞ്ഞ 10 വർഷം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ 1 or 2 സ്റ്റേറ്റ് ഉള്ള എല്ലായിടത്തും കൊണ്ടേ കേസ് കൊടുത്തു. അത് അവസാനം സുപ്രീം കോടതി വരെ എത്തും. ഈ കൊടുത്ത കേസുകളിൽ ഏറ്റവും കൂടുതൽ കള്ളക്കേസും. ഇതെല്ലാവർക്കും അറിയാം. ഇപ്പം നാഷണൽ ഹെറാൾഡിൻ്റെ ആണെങ്കിൽ പല കേസുകളും, അയാളുടെ സിറ്റിസൺഷിപ്പ്, എല്ലാ കേസുകളും. ഞാൻ ഈ കേസുകളൊക്കെ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒന്നും വീഡിയോ ചെയ്തത്. കാരണം അധികവും ഈ കള്ളക്കേസുകളാണ്. മോദി ചോറ്, അതായത് മോദി വേറെ എത്ര പേരുടെ ഇപ്പം പണം അടിച്ചുകൊണ്ട് മാറ്റി പോയവനും അവന്മാരുടെ പേരും മോദി. അതിൻ്റെ പ്രധാനമന്ത്രി മോദിയുടെ പേരെന്തോ എങ്ങനെ വരുന്നത്? മാത്യു ചോറ്. ഞാൻ മാത്രമുള്ളൂ മാത്യു. എത്ര പേര് മാത്യു ഉണ്ട്? അപ്പോൾ ആ കമ്മ്യൂണിറ്റിയാണെന്ന് പറഞ്ഞ അടുത്ത കേസ്. അതായത് അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇന്ത്യയുടെ അപ്പെക്സ് കോർട്ടായ സുപ്രീം കോർട്ടിൽ ഒരു ജഡ്ജി പറയുകയാണ് രാഹുൽ ഗാന്ധിയോട്, അതായത് ചൈനയുമായി ബന്ധപ്പെട്ട ഒരു പബ്ലിക് മീറ്റിങ്ങിൽ പ്രസംഗിച്ച കാര്യം, രാഹുൽ ഗാന്ധിയോട് ഇന്ത്യയോട് സ്നേഹം. ഒരു സീനിയർ ജഡ്ജി ചോദിക്കേണ്ട ചോദ്യമാണോ ഇത്? ജഡ്ജിന്റെ ജോലി ജുഡീഷ്യറിയുമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. രാഹുൽ ഗാന്ധി പറഞ്ഞ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ത്യയുടെ ലാൻഡ് പോയോ ഇല്ലയോ? അറിയാവുന്ന അവസ്ഥയാണ്, ഇന്ത്യക്ക് നഷ്ടമുണ്ടായി. അതല്ലേ ഗാൽവാനിലെ ലഡാക്കിലുള്ള ഇഷ്യൂ എല്ലാവർക്കും അറിയാം. അതേപോലെ ജുഡീഷ്യറി യൂസ് ചെയ്യുന്നു, അഡ്മിനിസ്ട്രേഷൻ യൂസ് ചെയ്യുന്നു, കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നു, തേച്ചൊട്ടിച്ച് ചത്ത് അതേപോലെ ഭിത്തിയിലൊട്ടിക്കാൻ ശ്രമിക്കുന്നു. മനസ്സിലാക്കുക, ലോകത്താരെങ്കിലും ഒതുക്കാൻ പറ്റും. അവനെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കി ഭിത്തിയിലൊട്ടിച്ചാൽ അവൻ ആ ഭിത്തിയെ നിറങ്ങി വരും. അത് ചരിത്രമാണ് ലോകത്ത്. ഹിറ്റ്ലറിനെ ഉൾപ്പെടെ നിങ്ങൾ ആരുടെ ചരിത്രം എടുത്തു നോക്ക്. ഡൊണാൾഡ് ട്രംപിന്റെ ചരിത്രം. അയാളെ എത്ര മോശമായിട്ടാണ് അമേരിക്കയിൽ കഴിഞ്ഞ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസിൽ നിന്ന് ഇറക്കി വിട്ടത്. അയാളെ ഒന്നുമല്ലാതാക്കി. ബൈഡൻ അധികാരത്തിൽ വരുന്നു. ഈ ഡൊണാൾഡ് ട്രംപ് തിരിച്ചു വന്ന വരവ് നിങ്ങൾ കണ്ടോ? അതേപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഈ പറയുന്ന അമിത്ഷാ, ഇവർക്കെതിരെ എത്ര കേസുകളാണ് ഗുജറാത്തിലും മഹാരാഷ്ട്രയും പല കോടതികളിലെടുത്ത്, എത്ര അന്വേഷണങ്ങളാണ് നടത്തിയത്. എവിടെയാണ് ഈ പറയുന്ന മോദിക്കെതിരെ മുഴുവനും മീഡിയയും തിരിഞ്ഞു. അവസാനം മോദിയെ ഒട്ടിച്ച് തേച്ച് ഭിത്തിയിൽ ഒട്ടിക്കാൻ ശ്രമിച്ചു.
മോദി തിരിച്ചു വന്നില്ലേ? ഇതേപോലെ അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനിമിയായിട്ടുള്ള പൊളിറ്റിക്കൽ എനിമി ആണെങ്കിൽ മറ്റുള്ളവരൊക്കെ ഒതുക്കാൻ സാധിക്കും, അതും ഒരു പരിധി വരെ. അതല്ല, അവനെ അങ്ങ് നശിപ്പിച്ച് നാറാടക്കല്ലാക്കി എല്ലാ രീതിയിലും അറ്റാക്ക് ചെയ്ത് കേസുകൾ, കള്ളക്കേസ്, അത് ഇത് സോഷ്യൽ മീഡിയയിലുള്ള സംഭവം എല്ലാം കൂടെ എടുത്ത് ഭിത്തിയിൽ അങ്ങോട്ട് ഒട്ടിച്ച് തേക്കാൻ ശ്രമിച്ചാൽ അവിടുന്ന് അവൻ ഇറങ്ങി വരും. അത് ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതാണ് രാഹുൽ ഗാന്ധിക്കുണ്ടായിരിക്കുന്നത്. കാരണം ഇത്രയും നാശമാക്കാൻ ശ്രമിച്ചു. ഞാൻ തന്നെ എത്രയോ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഈ പറഞ്ഞോ സത്യമാണ്, അത് ഞാൻ മാറ്റാനൊന്നും തയ്യാറൊന്നുമല്ല. പക്ഷെ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷം വേണമെന്നുള്ള രീതിയിലാണിത് പറഞ്ഞത്. പക്ഷെ ആ പ്രതിപക്ഷം എന്ന സംഭവം ഇപ്പോഴാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടികളൊന്നായി. അവസാനം ഞാൻ ഈ പറയാൻ പോകുന്ന ഇന്നത്തെ ഒരു സംഭവമുണ്ട്. ഈ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ BJP 10-60 MP അവർ റിസൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ മോദിയുമായിട്ടുള്ള അടിയും BJPയുടെ പല റീസൺസ് ഉണ്ട്. അവരതിൻ്റെ അകത്ത് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് ഈ അമേരിക്ക ഇഷ്യൂവും രാഹുൽ ഗാന്ധിയുടെ ഇഷ്യൂ എല്ലാം കൂടെ ഒറ്റ വർഷമാണ് ഞാൻ ഈ കാലാവധി പറഞ്ഞ മോദി ഒരു വർഷമേ നിൽക്കുകയുള്ളൂ. ഇനി അത് രണ്ടാമത്തെ പോയിന്റ് ഉണ്ട്. ഇന്ത്യയുടെ ബാഡായിട്ട് മോശമായിട്ട് എക്കോണമി മാറിക്കഴിഞ്ഞാൽ, അതായത് അമേരിക്കൻ ടാരിഫ്, വരാൻ പോകുന്ന യൂറോപ്യൻ യൂണിയൻ്റെ അടുത്തൊരു പണിഷ്മെന്റ് യൂറോപ്യൻ യൂണിയൻ ഉണ്ടാക്കാൻ പോകണം ഇന്ത്യക്കെതിരെ. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ എക്കണോമിക് ക്രൈസിസിനോട്ട് പോവുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. പിന്നെ എങ്ങനെ മോദിക്കാണ് പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റുന്നത്? പ്രതിപക്ഷത്തിന്റെ പ്രശ്നം, സ്വന്തം പാർട്ടിക്കകത്ത് പ്രശ്നം, RSSന്റെ പ്രശ്നം, ഇതെല്ലാം വെൽ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അമേരിക്കയ്ക്ക് ഇനി മോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഇരുത്താൻ താല്പര്യമില്ല. അതിനവർ ചെയ്യേണ്ട പണി മുഴുവനും ചെയ്യും. മനസ്സിലാക്കുക, ഈ പറയുന്ന മോദി ഗവൺമെന്റ് അതായത് സഞ്ചരിക്കുമ്പോൾ രണ്ട് കമ്പുകൾ വെച്ചാൽ നടക്കുന്നത്. ഒരു കമ്പ് ഒരു ഭാഗത്ത് ചന്ദ്രബാബു നായിഡു, മറുഭാഗത്ത് ഈ പറയുന്ന നിതീഷ് കുമാറിന്റെ JDU. ഇത് ഏതെങ്കിലും ഒന്ന് ഒടിഞ്ഞു വീണാൽ മതി. ഈ പാർട്ടി എന്ന് പറയുന്നത് ഈ BJP എന്ന് പറഞ്ഞ രണ്ടായി പോവും. ഇത് പറയുമ്പോൾ തമാശയല്ല. ഇത് ശരിക്കും വെൽ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. കാരണം പല BJP നേതാക്കളോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നതാണ് ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അവരും ഫെൻഡപ്പായി മോദിയെ കൊണ്ട് പല രീതിയിലും. അപ്പൊ അവർക്കും താല്പര്യം മോദി കണ്ടിന്യൂ ചെയ്യാൻ അവർക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ RSSന്റെ കാര്യം പറഞ്ഞു. അപ്പൊ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് രാഹുലിന്റെ വരവ്. അതേപോലെ BJPയുടെ ഘടകകക്ഷികളുടെ പ്രശ്നം. കാരണം ചന്ദ്രബാബു നായിഡു ഇന്നീ പറയുന്ന മോദിയെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അയാളുടെ സ്റ്റേറ്റിൽ തന്നെ ഏകദേശം 70 ലക്ഷം പേരുടെ ജോലിയാണ് ഈ ചെമ്മീനുമായിട്ട് ബന്ധപ്പെട്ട് നഷ്ടപ്പെടുന്നത്. അപ്പൊ അവർ ഈ ചന്ദ്രബാബു നായിഡുവിനൊക്കെ അമേരിക്ക കൊടുത്തിരിക്കുന്നൊരു ഉറപ്പുണ്ട്, എന്ന് മോദി പോകുന്ന ഈ സാധനം തിരിച്ചു കയറ്റി വിടാൻ. പിന്നെ അയാൾ എന്ത് ചെയ്യും? കാരണം അയാളുടെ പൊളിറ്റിക്സും ഇല്ലേ. ഇതാണ് മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട്, സിമ്പിൾ റീസൺ അല്ല. ഇതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് ഇത്ര പ്രാധാന്യം കിട്ടുന്നത്. കാരണം അതുകൊണ്ടാണ് BJP അവിടെ ബീഹാറിലുള്ള BJP അവർ സപ്പോർട്ട് ചെയ്യുക രാഹുലിനെ. കാരണം രാഹുൽ വരട്ടെ. ഇതാണ് രാഹുൽ പെട്ടെന്ന് ഈ 3 മാസത്തിനുള്ളിലാണ് ഇത് സ്റ്റാറായിട്ട് വരുന്നത്. ഇന്ത്യ മുഴുവനും ഉറ്റുനോക്കുകയാണ്. അതായത് മോദിയുടെ മാനുഫാക്ചറിങ് PR വർക്കിലാണ് ഇത്രയും നാളും നിന്നെങ്കിൽ രാഹുലിനുണ്ടായേക്കുന്ന ഓർഗാനിക് സപ്പോർട്ടാണ്. രണ്ടും വ്യത്യാസമാണ്, മാനുഫാക്ചർഡും ഓർഗാനിക്കും. അതായത് അതാണ് ബേസിക്കലി ഉണ്ടായിരിക്കുന്ന സത്യം. ഇതെല്ലാം കൂടെ വെച്ച് വെൽ കാൽക്കുലേറ്റഡ് മൂവ് നോക്കുവാണെങ്കിൽ ബീഹാർ ഇലക്ഷൻ ശേഷം കൂടുന്ന നാളൊന്നും മോദിക്ക് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഞാൻ കൃത്യമായിട്ട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. 1 വർഷം അതിനു മുമ്പ് മോദി ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തും തെറിച്ചിരിക്കും.